إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ആകാശത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തല ഉയർത്തി നോക്കി. എന്നിട്ട് പറഞ്ഞു, ആകാശത്തിലെ ഒരു വാതിൽ തുറന്ന ശബ്ദമാണത്. ഇതിനു മുമ്പ് ആ വാതിൽ തുറക്കപ്പെട്ടിട്ടില്ല. അതിലൂടെ ഇതാ ഒരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇതിനു മുമ്പ് ആ മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടേയില്ല. അങ്ങനെ ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അബ്ശിർ ബിനൂറൈൻ, രണ്ട് പ്രകാശം കൊണ്ട് താങ്കൾ സന്തോഷിച്ചു കൊള്ളുക. അത് താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇതിനു മുമ്പ് ഒരു പ്രവാചകനും അങ്ങനെ ഒരു പ്രകാശം നൽകപ്പെട്ടിട്ടില്ല. ഏതാണത്? ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയാണ്. രണ്ട് ഖവാതീമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ. ഈ ആയത്തുകൾ കൊണ്ട്, ഈ രണ്ട് പ്രകാശം കൊണ്ട് നബിയെ താങ്കൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് ഈ മലക്ക് പറയുകയുണ്ടായി. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉഅതീതു ഹൗലാഇൽ ആയാതി മിൻ കൻസിൻ തഹ്തൽ അർശ്, അർശിൻ്റെ താഴെയുള്ള ഒരു കൻസിൽ നിന്ന്, ഒരു ഖജനാവിൽ നിന്നാണ് ഈ രണ്ട് ആയത്തുകൾ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അത് ആഖിറു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അർശിൻ്റെ താഴെ നിന്നുള്ള ഒരു കൻസിൽ നിന്ന് നൽകപ്പെട്ടിട്ടുള്ള, പ്രകാശമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ശ്രദ്ധേയമായ രണ്ട് ആയത്തുകളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള ഈ രണ്ട് ആയത്തുകൾ. അതിൻ്റെ പ്രാധാന്യവും പൊരുളും നാം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ ആയത്തുകൾക്ക് ഇത്രയും വലിയ പ്രാധാന്യം ലഭിക്കാനുള്ള കാരണം? അതിൽ അടങ്ങിയിട്ടുള്ള ആശയങ്ങൾ തന്നെയാണ്. കാരണം അതിൽ ഒന്നാമതായി ഉസൂലുൽ ഈമാൻ, വിശ്വാസ കാര്യങ്ങളിലെ അടിസ്ഥാന തത്വങ്ങളാണ് പഠിപ്പിക്കുന്നത്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. വിശ്വാസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസങ്ങളാണ് അള്ളാഹുവിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും മലക്കുകളിലുമുള്ള വിശ്വാസം. അതിനുശേഷം അടിസ്ഥാനപരമായ മറ്റൊരു സ്വഭാവമാണ് പഠിപ്പിക്കുന്നത്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, ഒരു പ്രവാചകന്മാർക്കിടയിലും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. കാരണം എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് ഒരേ ആശയമാണ്, തൗഹീദാണ്, ഇസ്ലാമാണ്. മാത്രമല്ല അവരുടെ ജീവിതത്തിൻ്റെ ആദർശം എന്താണ്? സമിഅനാ വ അത്അനാ, അള്ളാഹു എന്താണോ പറയുന്നത് ഞങ്ങളതനുസരിക്കാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ പഠിപ്പിക്കുന്നത് ഞങ്ങളതനുസരിക്കാൻ തയ്യാറാണ്. ജീവിതത്തിൻ്റെ ആദർശമാണ് അസ്സംഉ വ ത്വാഅ, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. അതിനുശേഷമോ ഗുഫ്റാനക റബ്ബന, അള്ളാഹുവേ നിന്നോട് ഞങ്ങൾ തൗബ ചെയ്യുന്നു. വിശ്വാസം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയായിരിക്കും നമുക്കുണ്ടാവുക. അതിൽ നിന്ന് പാപമോചനം തേടുന്നു. വ ഇലൈക്കൽ മസീർ, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവേണ്ടതാണ് എന്നുള്ള ഖിയാമത്ത് നാളിലുള്ള യൗമുൽ ആഖിറത്തിലുള്ള അടിയുറച്ച വിശ്വാസവും നമുക്കവിടെ കാണാം. പിന്നീട് കാണുന്നത് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഇസ്ലാമിൻ്റെ ലാളിത്യമാണ്. ഒരാളുടെയും കഴിവിൽപ്പെടാത്തത് അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. അള്ളാഹു ഇസ്ലാമിലൂടെ പഠിപ്പിച്ചതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന
നിസ്സാരമായ കാര്യങ്ങളാണ്. അദ്ദീനു യുസ്റുൻ, മതം വളരെ എളുപ്പമാണ്. ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്, ഓരോ വ്യക്തിയും താൻ പ്രവർത്തിച്ചത് അനുഭവിക്കണം. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. ശേഷം റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചതിൻ്റെ പേരിലോ മറവി സംഭവിച്ചതിൻ്റെ പേരിലോ നീ ഞങ്ങളെ പിടികൂടല്ലേ. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകി. നമ്മോട് മറന്നുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്താൽ അല്ലാഹു അതിൻ്റെ പേരിൽ ശിക്ഷിക്കുകയില്ല. അറിവില്ലാതെ അബദ്ധത്തിൽ ചെയ്തു പോയാലും അല്ലാഹു സുബ്ഹാനഹു തആല ശിക്ഷിക്കുകയില്ല. വീണ്ടും പ്രാർത്ഥിക്കുന്നു, റബ്ബനാ ലാ തഹ്മില അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി. അല്ലാഹുവേ, പൂർവികരായ ആളുകൾക്ക് നൽകിയിട്ടുള്ള മതപരമായ നിയമങ്ങളിലെ ചില കാഠിന്യം പോലെയുള്ള കാഠിന്യം ഈ മതത്തിൽ നീ ഞങ്ങൾക്ക് നൽകരുതേ. അവർക്ക് നൽകിയതുപോലെയുള്ള ശിക്ഷകളും ഞങ്ങൾക്ക് നീ നൽകരുതേ. അല്ലാഹു സുബ്ഹാനഹു തആല അതിനും ഉത്തരം നൽകി. ഈ ഉമ്മത്തിനെ പൊതുവായ ഒരു ശിക്ഷ കൊണ്ട് നശിപ്പിക്കുകയില്ല എന്ന് ഉത്തരം നൽകി. മതത്തിലെ ഒരുപാട് നിയമങ്ങൾ പൂർവികർക്ക് നൽകിയതിനേക്കാൾ അല്ലാഹു നമുക്ക് എളുപ്പമുണ്ടാക്കി തരികയും ചെയ്തു. ശേഷം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, വഅഫു അന്ന വഗ്ഫിർ ലനാ വർഹംന അൻത മൗലാന ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. ഞങ്ങൾക്ക് മാപ്പാക്കണം, ഞങ്ങൾക്ക് പുറത്തു തരണം, ഞങ്ങളോട് കാരുണ്യം കാണിക്കണം അല്ലാഹുവേ. മാത്രമല്ല, ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കെതിരിൽ, സത്യനിഷേധികൾക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഇങ്ങനെ വിശ്വാസവും കർമ്മവും ഇസ്ലാമിൻ്റെ ലാളിത്യവും മറ്റു മഹനീയമായ ഒട്ടനവധി വിഷയങ്ങൾ വിശദീകരിക്കുന്ന രണ്ടായത്തുകളാണ് ഈ രണ്ടായത്തുകൾ. അതുകൊണ്ടാണ് അർശിൻ്റെ താഴെയുള്ള കൻസിൽ നിന്നാണ് എനിക്കത് നൽകപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. സന്തോഷിച്ചുകൊള്ളൂ എന്ന് മലക്ക് വന്ന് പറഞ്ഞതും ഇതിൻ്റെ ഗൗരവം കൊണ്ടാണ്. ഈ രണ്ടായത്തുകൾ നാം ഓരോരുത്തരും അത് പഠിക്കണം, അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖറഅ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറത്തി ഫിൽ ലൈൽ കഫതാ. ആരെങ്കിലും രാത്രിയിൽ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്തുകൾ ഓതിയാൽ, നാം നേരത്തെ പറഞ്ഞ ആമന റസൂൽ മുതലുള്ള ആ ഭാഗം, ആ രണ്ടായത്തുകൾ രാത്രിയിൽ ആരെങ്കിലും ഓതിയാൽ കഫതാഹു, അവനത് മതിയായതാണ് എന്നാണ്. അത് മതി അവന് എന്നാണ് ആ രാത്രിയിലേക്ക്. എന്താണ് കാരണം? പല നിലക്കും ഉലമാക്കൾ അത് വിശദീകരിച്ചു. അതിൽ പ്രഥമമായത്, എല്ലാ ഷർറുകളിൽ നിന്നും, ജിന്നുകളുടെയും ശൈത്താനുകളുടെയും മനുഷ്യരുടെയും മറ്റു ജീവജാലങ്ങളുടെയും എല്ലാം ഷർറുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അയാൾക്ക് പ്രൊട്ടക്ഷൻ നൽകും. അതുകൊണ്ട് എല്ലാ രാത്രിയിലും ഈ രണ്ടായത്തുകൾ ഓതിക്കൊണ്ടായിരിക്കണം നാം ഉറങ്ങേണ്ടത്. അതിനു പുറമെ ഒരാൾക്ക് സുദീർഘമായ ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, സുദീർഘമായ ഖുർആൻ ഓതി നമസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഈ 2 റക്അത്തുകൾ ആ വ്യക്തി രാത്രിയിൽ പാരായണം ചെയ്താൽ സുദീർഘമായ ഖിയാമുൽ ലൈലിന് പോലും അത് പകരമാകുമെന്നാണ് ഈ ഹദീസിൻ്റെ ആശയമെന്ന് ധാരാളം ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള, പുണ്യം നേടിത്തരുന്ന, അതോടൊപ്പം നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന 2 ആയത്തുകളാണ് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ. അതിൻ്റെ ഫളലും അതിൻ്റെ പൊരുളും മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു മരിച്ചു പോകുവാൻ നാം പരിശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك. اللهم وفق ولي أمرنا الشيخ خليفة بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.